ഫ്രീഡം ഈസ് നോട്ട് എ ഫ്രീ. ഈ ക്യാപ്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തു. നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവർ ഈ മെമ്മറി വെക്കുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കൽ ഇത് സംഭവിക്കാതിരിക്കാനും മറ്റുള്ളവർക്ക് പാഠമാകാനുമാണ്. സോവിയറ്റ് യൂണിയനും അമേരിക്കയും രണ്ട് ചേരികളിലായിട്ട് ചെയ്ത ഒരു കാര്യത്തിൻ്റെ ദുഃഖങ്ങളാണ് ഇവരിൽ ഇപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് ഇവരായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. ഇവിടുന്ന് ഓരോന്ന് വായിക്കുമ്പോൾ നമുക്ക് തന്നെ വളരെ സങ്കടമാവുന്ന കാര്യമാണ്. ജപ്പാൻ്റെ സെക്കൻഡ് വാർ യുദ്ധത്തിന് ശേഷം നടന്ന ഈ കൊറിയൻ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രൂവലായിട്ടാണ് ഇവർ ഓരോന്നും അറ്റൻഡ് ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഒരാളെന്നോട് പേഴ്സണലി പറയാണ്, ഭയങ്കര ക്രൂരന്മാരാണ്, ഭയങ്കരമായിട്ടുള്ള ഒരു തീരെ ദയയോ കോംപ്രമൈസിന് തയ്യാറാവുകയോ ഒന്നും ചെയ്യാത്ത ഒരു വിഭാഗമാണെന്നാണ് ഇവർക്കൊക്കെ. രണ്ട് കൊറിയകളും നടുക്ക് സമാധാനം, ഇതാണ് ഇവരെ അടയാളം. UN ആയിട്ടുള്ള കരാറിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ മ്യൂസിയം. UN അമേരിക്കൻ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരിവരെ ആക്രമിക്കാത്തത്. അഥവാ അങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സൗത്ത് കൊറിയ എന്ന് പറഞ്ഞൊരു കൊറിയ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഇവർ കൊടുത്ത ഓരോരോ വാക്യങ്ങളും ഇവർ വെച്ച രീതികളും വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരെത്ര നഷ്ടപ്പെട്ടിട്ടും എത്ര സങ്കടപ്പെട്ടിട്ടും ഉണ്ടാവും എന്നുള്ളത്. ഇത് കൊറിയൻ്റെ കേട്ടോ, ROK എയർഫോഴ്സ്. അത് US-ൻ്റെ ആണ്. ഈ വലിയത് US-ൻ്റെ ആണ്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. എന്താ വിശേഷം? സുഖല്ലേ? നമ്മളെ എപ്പിസോഡ് തുടങ്ങാണ്. മുഫിക്ക് ഇന്ന് ജോലി ഉള്ളതുകൊണ്ട് ഓന് തിരിച്ചു പോയിട്ടുണ്ട് അവൻ്റെ സ്ഥലത്തേക്ക്, ജോലി സ്ഥലത്തേക്ക് അർജൻറ്റ് പോകേണ്ടതുകൊണ്ട്. ഭയങ്കര തണുപ്പാണ്, മൈനസിലാണ്. പക്ഷെ നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ കാണിക്കാതിരിക്കാൻ പറ്റില്ല, ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അടിപൊളി ഒരു എപ്പിസോഡിലേക്ക് വരികയാണ്. ഇവരെ ചരിത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെട്ട ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. തണുത്ത് വിറച്ചിട്ട് ഉള്ള സ്വാഗതം. ഇത് കൊറിയൻ്റെ വാർ മെമ്മോറിയൽ ഒരു സ്ഥലമാട്ടോ. അപ്പോൾ ഇവിടുത്തെ കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് അതിനോടൊപ്പം തന്നെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതൊരു സ്റ്റാച്ചു ആണ്, നല്ല അടിപൊളി സ്റ്റാച്ചു കേട്ടോ. മിലിറ്ററിക്കാരെ ആ ഒരു ഇത് പല സ്ഥലങ്ങളിലും നമ്മൾ റഷ്യയിലൊക്കെ പൊതുവേ കാണുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ കഴിയും തോന്നുന്നില്ല. ഇതാണ് ഇതിൻ്റെ പിക്ചർ കേട്ടോ. 1994 ഇവർ നിർമ്മിച്ചതാണ് കേട്ടോ. കൊറിയ, നോർത്ത് കൊറിയൻ്റെ ഭാഗത്തുനിന്നും വീണ്ടും ഇവർക്ക് ഭയങ്കര ഭീഷണി വന്നപ്പോൾ ആ സമയത്ത് ഇവർ ചൈനയും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കോംപ്രമൈസിൻ്റെ ഭാഗമായിട്ട് വീണ്ടും രണ്ടാമതും ഉണ്ടാക്കിയ ഒരു കോംപ്രമൈസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊറിയകൾ തമ്മിലുള്ള യുദ്ധം ഇല്ലാതിരിക്കുന്നത്. അത് പ്രമാണിച്ച് അവർ നിർമ്മിച്ച ഒരു മ്യൂസിയവും അതിൻ്റെ ഓർമ്മകളുമാണ് കേട്ടോ. അങ്ങനെ UN-ൻ്റെയും ചൈനേൻ്റെയും സഹായത്തോടു കൂടി ഇവർ ഉണ്ടാക്കിയ കോംപ്രമൈസ് മീൻസ് സന്ധിയിൽ ഇവർ ആ ഓർമ്മക്കായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു മ്യൂസിയമാണിത്. ഇവിടേക്ക് എൻട്രൻസ് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം വലിയൊരു സൃഷ്ടി തന്നെയാണ് ഉണ്ടാക്കി വെച്ചത്. ഫുള്ള് കൊറിയൻ ഭാഷയിലാണ് കേട്ടോ ഇവർ ചരിത്രങ്ങൾ. കൊറിയൻ യുദ്ധത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്കറിയുമെന്നറിയില്ല, 2 പ്രാവശ്യമായിട്ടുണ്ടായ യുദ്ധങ്ങളിൽ വലിയ അക്രമങ്ങളും കൊലകളും നടന്ന ഒരു എന്താ പറയുക, ഒരു ഭയങ്കര യുദ്ധമായിരുന്നു എന്നാണ് ഇവിടെ വരുമ്പോഴാണ് അതിൻ്റെ സീരിയസ് മനസ്സിലാവുന്നത്. ഇവർ ആ ഓർമ്മകൾ വെച്ചിട്ട് ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള വഴികളും കാര്യങ്ങളുമാണ് ഇവരിതിലൂടെ. അയാളെ വീഡിയോ എടുക്കരുത് എന്നാട്ടോ പറഞ്ഞ്. അപ്പോൾ ഇവിടെ UN-ൽ പെട്ട ആൾക്കാരെ കുടികളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് UN-ൻ്റെ ഒരു ശിലാഫലകം ഇവിടെ ഉണ്ട്, കല്ലിൽ കുത്തിവെച്ച ഒരുപാട് കാര്യങ്ങൾ. ജപ്പാൻ്റെ സെക്കൻഡ് വാർ യുദ്ധത്തിന് ശേഷം നടന്ന ഈ കൊറിയൻ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്രൂവലായിട്ടാണ് ഇവർ ഓരോന്നും അറ്റൻഡ് ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് UN ഇവർക്ക് കൊടുത്ത സപ്പോർട്ടാണ്. ഇവരതിൽ ഉൾപ്പെട്ട് അതിനുശേഷം ഇവർക്ക്
UN സപ്പോർട്ടാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ പറയുന്നത് കേട്ടോ. ഇതേപോലെ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഓരോ ചരിത്രങ്ങളാണ് ഈ ഓരോന്നും കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഇവിടെ സംസാരിക്കുമ്പം കൊറിയക്കാർക്ക് ഇവിടെയുള്ള സൗത്ത് കൊറിയക്കാർക്ക് കേട്ടോ, സൗത്ത് കൊറിയക്കാർക്ക് യുദ്ധം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമുള്ള സംഗതിയാണ്. നോർത്ത് കൊറിയൻ്റെ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാളെന്നോട് പേഴ്സണലി പറയാണ്, ഭയങ്കര ക്രൂരന്മാരാണ്, ഭയങ്കരമായിട്ടുള്ള ഒരു തീരെ ദയയോ കോംപ്രമൈസിന് തയ്യാറാവുകയോ ഒന്നും ചെയ്യാത്ത ഒരു വിഭാഗമാണെന്നാണ് ഇവർക്കൊക്കെ. പിന്നെ പൊതുവേ നമുക്ക് ഇന്ത്യക്ക് പാകിസ്ഥാനോടും പാകിസ്ഥാൻ ഇന്ത്യനോടും ഉള്ളതുപോലെ ഇവരോടൊരു ഈ സ്വന്തം കൺട്രി മുറിച്ചതായതുകൊണ്ട് ഉള്ള ശത്രുതകളാണ് കൂടുതൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കേട്ടോ. ഇതാണ് ഇവരെ മെയിൻ ശിലാഫലകം കേട്ടോ. 2 കൊറിയകളും നടുക്ക് സമാധാനം. ഇതാണ് ഇവരെ അടയാളം. നടുക്ക് സമാധാനം ഉണ്ടാക്കി അപ്പുറം കൊറിയകൾ കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രധാന ഭാഗം. ഇതാണ് ഇതിൻ്റെ UN ആയിട്ടുള്ള കരാറിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ മ്യൂസിയം ഇന്ന് ഓപ്പൺ അല്ല. ഇവർ സീസൺ തണുപ്പ് സമയങ്ങളിൽ ഇത് ഓപ്പൺ ആക്കാറില്ല എന്നാണ് പറയുന്നത് കേട്ടോ. സൗത്ത് കൊറിയക്കാർ പൊതുവേ, നോർത്ത് കൊറിയക്കാരെ പറ്റി നമുക്കറിയില്ല, പക്ഷെ സൗത്ത് കൊറിയക്കാർ പൊതുവേ സമാധാനപ്രിയരാട്ടോ. യുദ്ധത്തിന് ശേഷമാണോ എന്ന് അറിയില്ല. ഭയങ്കര സങ്കടങ്ങളാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെയുള്ള ആൾക്കാരുമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ക്രൂരത കാണിച്ചെന്ന, തലകൾ അറക്കുക, കണ്ണ് ചൂഴുക, അങ്ങനെ വേണ്ടിയ ഒരു യുദ്ധത്തിൽ ചെയ്യുന്നതിൻ്റെ അപ്പുറമായ ശത്രുത്വ മനോഭാവത്തോടു കൂടി ക്രൂരമായിട്ട് ഇവരോട് പ്രയോഗിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഇന്നും ആ ഓർമ്മകൾ ഭയങ്കര സങ്കടമാണെന്നാണ് ഇവർ പറയുന്നത്. ഈ ഫലകങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ അവിടെ ഹോട്ടലിൽ നിന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് എന്താണെന്നറിയോ, ഇതുപോലെ ഓരോ സ്തൂപങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓർമ്മകൾക്കായിട്ട്. കാരണം ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇപ്പോഴും നോർത്ത് കൊറിയ അല്ല, ദക്ഷിണ കൊറിയയാണ് ഇവർക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്യുന്നത്. UN അമേരിക്കൻ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവരിവരെ ആക്രമിക്കാത്തത്. അഥവാ അങ്ങനെയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സൗത്ത് കൊറിയ എന്ന് പറഞ്ഞ ഒരു കൊറിയ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും നല്ല സ്വഭാവമുള്ള ആൾക്കാരും. ഞാൻ ആദ്യം മുതലേ പറയുന്നില്ലേ, നല്ല മനുഷ്യരാട്ടോ ഇവർ. നല്ല പെരുമാറാനും ആൾക്കാരോട് സ്നേഹവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ വെറും ഒരു എന്താ പറയുക, കമ്മ്യൂണിസവും സോഷ്യലിസവും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നടന്ന ഒരു മറ്റ് രാജ്യങ്ങൾ, സോവിയറ്റ് യൂണിയനും അമേരിക്കയും 2 ചേരികളിലായിട്ട് ചെയ്ത ഒരു കാര്യത്തിൻ്റെ ദുഃഖങ്ങളാണ് ഇവരിൽ ഇപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് ഇവരായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. ഇതിൻ്റെ ചരിത്രങ്ങളാട്ടോ. ഇവിടുന്ന് ഓരോന്ന് വായിക്കുമ്പോൾ നമുക്ക് തന്നെ വളരെ സങ്കടമാവുന്ന കാര്യമാണ്. നമ്മളെ രാജ്യങ്ങളൊക്കെ ഇനി ജീവിതത്തിൽ പഠിക്കേണ്ടതാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. 1950 സൗത്ത് കൊറിയ കയറിയതാണ്. സോവിയറ്റ് യൂണിയൻ്റെയും ചൈനയുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് 4 മില്യൺ ആൾക്കാർക്കാണ് കാഷ്വാലിറ്റി സംഭവിച്ചത്. 10 മില്യൺ ആൾക്കാരാണ് കാണാണ്ടായത്. 23 ബില്യണിൻ്റെ പ്രോപ്പർട്ടിയാണ് ഡാമേജ് ആയത്. എന്നിട്ട് ഇതാ അവരിവിടെ നോട്ട് ചെയ്ത് വെച്ച കണ്ടങ്ങൾ, ഫ്രീഡം ഈസ് നോട്ട് ഫ്രീ. അപ്പോൾ ഫ്രീഡം ഒരിക്കലും ഫ്രീ അല്ല. ഫ്രീഡം നമ്മൾ അത്രയും വാല്യൂ ഉള്ള സംഗതിയാണ്. അതിന് അത്ര വാല്യൂയോട് കൂടി കാണേണ്ടതാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പല ഇതിലും യൂറോപ്പിലൊക്കെ തന്നെ ഇതുപോലെ വാർ മെമ്മറി സ്ഥലങ്ങളിൽ പോയിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഇവർ കൊടുത്ത ഓരോരോ വാക്യങ്ങളും ഇവർ വെച്ച രീതികളും വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരെത്ര നഷ്ടപ്പെട്ടിട്ടും എത്ര സങ്കടപ്പെട്ടിട്ടും ഉണ്ടാവും എന്നുള്ളത്. കാരണം ഇതിനെ നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇതൊന്നും മറന്നു പോയിട്ടില്ല. ഇന്നും അവർ ഭയങ്കര ഭയത്തോട് കൂടിയിട്ട് കാണുന്ന ഒരു സംഭവമാണ് അവരെ യുദ്ധം എന്ന് പറയുന്നത്. അത്ര നഷ്ടങ്ങളും അത്ര ഇഞ്ചുറിയും അത്ര ആൾക്കാരെ കാണാതാവുകയും ഒക്കെ ചെയ്ത് ഭയങ്കര ദുഃഖം സഹിച്ചൊരു ആൾക്കാരാണ് ഈ കൊറിയക്കാർ കേട്ടോ, പ്രത്യേകിച്ച് സൗത്ത് കൊറിയക്കാർ. ഇതേപോലെ തന്നെയാണ് നമ്മളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രോബ്ലംസ് ഒക്കെ തന്നെ സത്യത്തിൽ വിദേശ ശക്തികളുടെ കൈകടത്തലാണ്. അന്ന് സോവിയറ്റ് യൂണിയനും ചൈനയുടെയും സപ്പോർട്ടിലാണ് നോർത്ത് കൊറിയ സൗത്ത് കൊറിയയിൽ കയറി ഈ ആക്രമണം കാണിച്ചത്. അന്ന് ഇവർ അമേരിക്കൻ മിലിറ്ററി സപ്പോർട്ടോ UN എൻട്രിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ്. നഷ്ടങ്ങൾ മൊത്തം സഹിച്ചത്
സൗത്ത് കൊറിയയാണ്. അതിനുശേഷം അമേരിക്ക അത് കോംപ്രമൈസ് ചെയ്തതിന് ശേഷം വരെ അതിർത്തികൾ തീരുമാനിച്ചു. UN ഇവർ അംഗമായി. അതിനുശേഷം വളർന്നതാണ് ഈ സൗത്ത് കൊറിയ എന്നുള്ളതും കൂടി വലിയൊരു അതിശയ കഥകളാട്ടോ. നമ്മൾ ഈ കാഴ്ചകളൊക്കെ ഇവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവർ ഈ മെമ്മറി വെക്കുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇനിയൊരിക്കൽ ഇത് സംഭവിക്കാതിരിക്കാനും മറ്റുള്ളവർക്ക് പാഠമാകാനുമാണ് ഇവർ ഈ രീതിയിൽ ഇതിനെ സൂക്ഷിച്ചു വെച്ചത്. സത്യസന്ധമായിട്ട് എനിക്ക് ഇവിടെ വന്നപ്പം തോന്നിയത് അത്ര നല്ല മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ ഈ അന്നത്തെ കൊറിയൻ്റെ 3 വർഷത്തെ യുദ്ധത്തിനെ പറ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോർത്ത് കൊറിയ സോവിയറ്റ് യൂണിയൻ്റെ സപ്പോർട്ടോടു കൂടി നോർത്ത് കൊറിയ ഈ കൊറിയയെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവർ കയറി ഇവരെ ആക്രമിച്ച് പിടിക്കാൻ നോക്കിയതാണ്. ആ സമയത്ത് അമേരിക്കൻ്റെ സപ്പോർട്ടിലാണ് ഇവർ നിലനിൽക്കാൻ കഴിഞ്ഞത്. കുറച്ച് സ്ഥലങ്ങൾ ഒരു കൂടുതൽ പിടിച്ചെടുത്തു. പക്ഷെ അവിടെ വെച്ച് അതിർത്തിയാക്കിയിട്ട് 3 കൊല്ലത്തെ യുദ്ധത്തിൽ അത്രയും ജനങ്ങൾ നിഷ്കരണമാണ് അവർ ചെയ്തത്. പല യുദ്ധങ്ങളിലും നമ്മൾ ജപ്പാൻ്റെ സെക്കൻഡ് വാർ യുദ്ധങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതേപോലത്തെ ഒരുപാട് കഥകൾ, ജപ്പാൻ്റെ ക്രൂരതകൾ യുദ്ധത്തിലെ. പക്ഷേ ഇവിടെ വന്നിട്ടാണ് ഈ നോർത്ത് കൊറിയ ഇവരോട് കാണിച്ച അതിക്രമത്തിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവുന്ന കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവിടെ വരാൻ പറ്റുമ്പം നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് പെരുമാറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സത്യമായിട്ട് ഇവർ വളരെ ദുഃഖം സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കതിലും മനസ്സിലാവും. ഇവർക്ക് മിലിറ്ററിയോ യുദ്ധം ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും താല്പര്യമല്ല കേട്ടോ. ഇവർ ശരിക്കും ഉദ്ദേശിക്കുന്നത് ബിസിനസ് ചെയ്യുക, രാജ്യം ഡെവലപ്പാകുക, ജനങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക എന്നതാണ്. ഇന്നും അവർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഭയം വിട്ടിട്ടില്ല എന്നുള്ളത് എനിക്കിവിടെ പല സ്ഥലങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ യുദ്ധങ്ങൾ കഴിഞ്ഞ ശേഷം ഇവർക്ക് കുടുംബങ്ങളിൽ ആര് ജീവിച്ചിരിപ്പുണ്ട്, ആര് ഉത്തര കൊറിയയിലുണ്ട്, ആര് ഇവിടെ ഉണ്ട്, ഒന്നും അറിയാൻ കഴിയാതെ അങ്ങനെ ദുഃഖിച്ച് മരിച്ചവരുണ്ടെന്നാണ് പറയുന്നത് കുറേ ആൾക്കാർ. കാരണം മക്കളായാലും കുടുംബങ്ങളായാലും അവിടെ ആയിപ്പോയ ആൾക്കാരുണ്ട്. അവർക്ക് എൻക്വയറി ചെയ്യാനോ അറിയാനോ ഉള്ള അവസരങ്ങളില്ല. ആരെയും അവിടേക്ക് അടുപ്പിക്കാത്ത അവസ്ഥകൾ. അങ്ങനെ വേണ്ട നമ്മൾ ഇന്ന് വരെ കേട്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരത നടന്ന ഒരു യുദ്ധമായിട്ടാണ് എനിക്കിതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേട്ടോ. ആ സമയത്ത് ഇവരേലുണ്ടായിരുന്ന ചെറിയ ഫ്ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. US മിലിറ്ററി വന്ന് ഇവരെ രക്ഷിച്ച് ആ സമയത്തുള്ള US ഫ്ലൈറ്റുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ US ഇത് കൊറിയൻ്റെ കേട്ടോ. ROK എയർഫോഴ്സ് അത് US ആണ്. ഈ വലിയത് US ആണ്. അപ്പോൾ അന്നത്തെ ഓർമ്മകളിൽ ഇന്നും ഇതുവരെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് ഇവിടുത്തെ ജനങ്ങളായാലും ഇവിടെ വരുന്ന ജനങ്ങളായാലും ഇവർ എന്താണ് അനുഭവിച്ചത് എന്നുള്ളത് ഇന്ന് ചരിത്രപരമായിട്ട് അറിയാൻ വേണ്ടി നമ്മൾ യൂറോപ്പിലൊക്കെ പോയാൽ യൂറോപ്പിൽ പഴയ കാലങ്ങളിലുണ്ടായിരുന്ന യുദ്ധത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും കാണാം. അതേപോലെ തന്നെ ഇവർ വളരെ എന്താ പറയുക, നമ്മൾ മാനസികമായിട്ട് അത്രത്തോളം പേടിച്ച് ജീവിതത്തിൽ ഇത് മനസ്സിലാക്കാനുണ്ട്. നമ്മളെ ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോഴും ഈ പ്രോബ്ലംസിൽ നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഇവിടെയും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര തണുപ്പാണ്. പക്ഷേ ഞാനിതൊക്കെ ഷൂട്ട് ചെയ്തു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സങ്കടം തന്നെ കേട്ടോ ഓരോന്നും വായിക്കുമ്പം. അതിൽ പുതിയൊരു ക്യാപ്ഷൻ എനിക്ക് കിട്ടിയതാണ്, ഫ്രീഡം ഈസ് നോട്ട് എ ഫ്രീ. ഈ ക്യാപ്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തു. നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫ്രീഡം ഒരിക്കലും വെറുതെ കിട്ടുന്നതല്ല. അത് ഫ്രീഡത്തിൻ്റെ അത്ര വാല്യൂ ഉണ്ട് എന്നതാണ് അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അത്രയും നമ്മൾ ക്ഷമിക്കാനും ഒക്കെ കഴിയണം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നി? നമ്മുടെ ഈ ഒരു സ്മാരകം, അതായത് ഈ ഒരു മ്യൂസിയം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചരിത്രങ്ങളിലൊന്ന് വായിച്ചു നോക്കാൻ നിങ്ങൾക്ക് തോന്നും. ഉത്തര കൊറിയ ഇവരോട് കാണിച്ച ക്രൂരതയും ഒരുപാട് ആൾക്കാർ മരിച്ചും അല്ലാതെയുമായ ഒരു പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എനിക്ക് സപ്പോർട്ട് തരിക. ഇതേപോലത്തെ വീഡിയോകളൊക്കെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് വീണ്ടും എടുത്ത് കാണാനും ചെയ്യാനൊക്കെ കഴിയണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ നമ്മൾ അടുത്തൊരു എപ്പിസോഡ് വരും വരെ ബായ്. തണുപ്പത്ത് നിന്ന് ബായ്.